ഹണി ദാ നോക്ക് തോത്താറാമിന്റെ SUV. നമുക്കൊരു ലോങ് ഡ്രൈവ് പോയിട്ട് വരാം. എനിക്കെങ്ങും പോവണ്ട. എന്റെ ഭായ് താ വണ്ടി ഓടിക്കേ, നമുക്കൊന്ന് കറങ്ങിട്ട് വരാതെ. അല്ല അതിപ്പോ ഞാൻ എങ്ങനെയാ ഈ വണ്ടി? അല്ല അത് വരൂ കൂട്ടുകാരെ. അയ്യോ ഇതിനു മുമ്പ് ഞാൻ SUV ഓടിച്ചിട്ടേ ഇല്ല. ബായ് വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ക്ലച്ച് പിടിച്ച് ഗിയർ മാറ്റ്, എന്നിട്ട് ആക്സിലേറ്റർ ചവിട്ട്. എന്റെ അമ്മച്ചി. ഓക്കെ. സോറി. എന്റെ ഹണി എന്ത് ഓടിക്കലായത്? എന്റെ തല ഇപ്പൊ തെറിച്ചു പോയേനെ. എന്റെ കൂട്ടുകാരാ, കൂട്ടുകെട്ടിൽ നോ സാറി. നീ അറുമതിച്ച് വണ്ടി അങ്ങോട്ട് ഓടിക്കുന്നേ. ചേട്ടാ മറ്റുള്ളവരുടെ ആഗ്രഹം പൂർത്തിയാക്കുമ്പോ മനസ്സിനൊരു കുളിരുണ്ട് ചേട്ടാ. ഹണി നിനക്കിപ്പോ സന്തോഷം തോന്നുന്നില്ലേ? സന്തോഷാണോ അതോ പേടിയാണോ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പൊ. അങ്ങോട്ട് നോക്ക് ഹണി. ഈ വണ്ടി ഇപ്പൊ റൂപ്ലെക്സ് ആയല്ലോ. ചേട്ടാ വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി. എന്റെ ഹണി താങ്ക് യു. എനിക്ക് ഓപ്പൺ സ്പോർട്സ് കാർ വാങ്ങാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. നീ ഇപ്പൊ ഈ വണ്ടി അങ്ങനെ ആക്കി. ആണോ? വൗ, താങ്ക് യു. സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചേക്ക് ഹണി മോനെ. ഇവിടെ വരൂ. നിന്നോട് നന്ദി പറയാനുണ്ട്. പക്ഷേ എന്തിനാണ് പറയുന്നതെന്ന് നീ എന്നോട് ചോദിക്കരുത്. എന്റെ ഹൃദയത്തിന്റെ രജിസ്റ്റർ ബുക്കിൽ നിന്റെ ഈ സഹായം ഞാൻ കുറിച്ചിടും. നിനക്ക് വേണ്ടി ഒരു സഹായം ചെയ്യേണ്ടി വന്നാൽ ഞാൻ അത് ചെയ്തിടും. പറയൂ, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വേഗം പറയൂ. ഒന്നും ചെയ്യണ്ട ഡോക്ടർ ബാലു. എന്നാ ഞാൻ പോട്ടെ, പിന്നെ കാണാം. വലിയ ഡോക്ടർ ബാലു മുത്തശ്ശന് തുല്യമാണ്. എന്തെങ്കിലും ചെയ്യിക്കണം, വേണ്ടെന്ന് പറയരുത്. ഓക്കെ, പക്ഷേ എന്താ ഇപ്പൊ ചെയ്യിക്ക? ഇദ്ദേഹത്തെ ഒരു കുതിരയാക്കി ഇദ്ദേഹത്തിന്റെ മുതുകിൽ നീ സവാരി ഗിരിഗിരി നടത്ത. സംശയമുണ്ടോ? എന്റെ തലയിലെ മാവിലുണ്ടായ മാങ്ങ എന്ന ഐഡിയ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുതിരയായിട്ട് മാറാം. നീ എന്റെ പുറത്ത് കയറി സവാരി ചെയ്യൂ. ചെല്ലു ഹണി, മുത്തശ്ശന്റെ പുറത്ത് കയറി സവാരി നടത്ത്. ചെല്ലു ഹണി. എന്നാ പിന്നെ നിങ്ങളും കൂടി വന്നിരിക്കേ. നോക്കൂ, കുതിരയാണ്. ഇത്രയും ഭാരം വലിക്കാൻ ഞാനൊരു കോവർ കഴുതയല്ല. ഡോക്ടർ ബാലു, ദൈവം സഹായിക്കാൻ ഒരു ശരീരം തന്നിട്ടില്ലേ? അപ്പൊ ഭാരം താങ്കളുടെ കഴിവും തന്നു കാണും. സംശയമുണ്ടോ? ഓടും കുതിര ടിക് 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 ടിക്. കൊച്ചളിയ, ഇന്നത്തെ ദിവസം വളരെ നന്നായിരുന്നു. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. എന്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ വിഷസും ദാ ഇപ്പൊ മുഴുവനായിട്ട് സാധിച്ചോണ്ടിരിക്കുകയാണ്. എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. ഡോക്ടറെ, ദാ ഇവിടെ തുണി ഉണക്കാണ്ടിരിക്കായിരുന്നല്ലോ. തുണി എന്തിനാണ് എടുത്തത്? എന്നിട്ട് ഊരിപ്പോയത് കൊണ്ടാണ് തുണി കൊണ്ട് ഞാൻ കെട്ടിവെച്ചത്. അതിന് രണ്ടാമതൊരു നെട്ടുള്ളതല്ലേ? അതേതാ? ദാ ഇത്. ആ? ഓ. 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 ഇവിടെ വരൂ. ഓ. ഓ. അതിന് ഈ സൈഡ് കാർ എങ്ങനെ അങ്ങോട്ട് വരുന്നത്? ഡോക്ടർ വേഗം ഇവിടെ വരൂ. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ പണി കിട്ടിയില്ലേ? അയ്യോ, അവിടെ നിക്ക്. ഹണി അവിടെ നിക്ക്. എങ്ങോട്ടാ പോകുന്നത്? അയ്യോ, എന്റെ മുതുമുച്ചന്റെ വാച്ച്. അവന്റെ പിറകെ വിട്ടോ. ഹണി, ആ വാച്ച് കിട്ടാ. ഇല്ല, ഡോക്ടറിന്റെ ഈ വാച്ച് ഞാൻ നന്നാക്കിയിട്ട് തരുള്ളൂ. ഒരു പഴയ വാച്ച് കാരണം ചില്ലറ പാടൊന്നുമല്ലല്ലോ നമ്മൾ പെടുന്നത്. സംശയമുണ്ടോ? ഡോക്ടറമ്മേ, പോപ്പട്ടെ. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? ഞാൻ താഴെ വീഴും. അയ്യോ, എന്നെ താഴെ ഇറക്ക്. ഹണി, നീ അന്തരീക്ഷത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? ആകാശത്തൂടെ പറക്കുമ്പോഴും സംശയിക്കാനായിട്ട് ഞാൻ അത്ര വലിയ കഴുതയൊന്നും അല്ല. അയ്യോ, അയ്യോ. എന്റെ ഭായ്, നമുക്കങ്ങനെ പറന്ന് കളിച്ചാലോ? ഇവിടെ എന്റെ കിളി പോയിരിക്കുക. ഈ അവസ്ഥയിലാണോ നിങ്ങൾ എന്നോട് രസിക്കാൻ പറയുന്നത്? എന്റെ അമ്മച്ചി. അയ്യോ, ദാ നോക്ക്, ഒരു പൂച്ച ദേ പറക്കുന്നു. നിങ്ങൾ എന്തൊക്കെയായി ചെയ്യുന്നത്? എന്നെ വിട്. അയ്യോ, 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 മിക്കവാറും എനിക്ക് വയറിളക്കം വരുന്ന തോന്നുന്നേ. എടാ, ആദ്യം നീ നിന്റെ കൂട്ടുകാരെ വിശ്വസിക്കേ, എന്നിട്ട് ഈ ഫ്ലൈങ് ആസ്വദിക്കേ.
ആഹാ ഇങ്ങനെ പറക്കുന്നത് എന്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷെ പറക്കുമ്പോ ഇത്രയും രസം ഉണ്ടാവുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. കൂടുതൽ ഉയർത്തി പറക്കട്ടെ, നല്ല രസമുണ്ട്, നന്നായിട്ട് പോട്ടെ. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ പറക്കാനായിട്ട് എന്താ ഒരു രസം. എന്റെ കൂട്ടുകാരാ, നിന്റെ ഈ സന്തോഷത്തിന് വേണ്ടിയല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. സംശയമുണ്ടോ? ഇവിടെ വരൂ. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ വന്നിട്ടും എന്ത് ചെയ്യാനാണ്? കടയിലിരുന്നിട്ടും വാച്ച് നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ പുറത്തു വന്ന് ഒളിമ്പിക്സിൽ ഓടി മെഡലൊന്നും വാങ്ങാൻ സാധിക്കില്ലല്ലോ. ഡോക്ടർ ബാലു, ഇത് ജാമ്പവാദ കാലത്തുള്ള വാച്ചാണ്. ഇത് നന്നാവില്ല. അമ്മയ്ക്കാണ് സത്യം. സ്വന്തം വായ കൊണ്ട് എവിടെയും എന്തും പറയാമെന്ന് വിചാരിക്കരുത്. എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ആലോചിക്ക്. തന്റെ ഭാവന എന്ന പുഴയിൽ സ്വന്തം ശബ്ദമെന്ന കല്ലെറിഞ്ഞുകൊണ്ട് താൻ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ പറഞ്ഞതെല്ലാം വളരെ സത്യമാണ്. സത്യമല്ലാതെ വേറെ ഞാനിപ്പോ ഒന്നും പറഞ്ഞില്ല. അമ്മയ്ക്കാണ് സത്യം. അയ്യോ, മിണ്ടരുത്. സത്യവാചകം ചൊല്ലാൻ ഇത് കോടതിയല്ല. ഇത് തനിക്ക് നന്നാക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് നന്നാക്കിക്കോളും. ഡോക്ടർ ബാലു എന്ത് പറ്റി? ദാ നോക്ക്, ഇത് എന്റെ മുതുമുത്തച്ഛന്റെ പഴയ ഒരു വാച്ചാണ്. ഈ വാച്ച് ഭയങ്കര വലുതാണല്ലോ. ഇത് ഡോക്ടറിന്റെ മുത്തച്ഛൻ എങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടന്നിരുന്നത്? ഇവിടെ വരൂ. പൂച്ചയുടെ മുഖമുള്ള കഴുതെ, ഇത് ചുമർ വാച്ചാണ്. വേറെ ഏതെങ്കിലും കടയിൽ കൊണ്ടുപോയി ശരിയാക്കാം. എന്നെ കൊണ്ട് നന്നാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റാർക്കും തന്നെ നന്നാക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഏറ്റവും നല്ല വാച്ച് വർക്കറാണ് ഞാൻ. അമ്മയ്ക്കാണ് സത്യം. അത് ഞാൻ നന്നാക്കി തരാം. ആ ഇവിടെ വരൂ. എന്താ പറഞ്ഞത്? നന്നായിട്ട് കേട്ടില്ല. എനിക്ക് ഇതൊട്ടും വിശ്വാസം വരുന്നില്ല. കണ്ടിട്ട് ഒട്ടും തോന്നുന്നുമില്ല. ഡോക്ടറിന്റെ വാച്ചേ, അത് ഞാൻ നന്നാക്കി തരാന്നാ പറഞ്ഞേ. അവനൊരു തമാശ പറഞ്ഞതാ. ഡോക്ടർ സാറിന് അറിയാവുന്നല്ലേ അവന്റെ തലക്കകത്ത് ശരിക്കും എന്താ ഉള്ളതെന്ന്. വാച്ച് നന്നാക്കാനായിട്ട് ബുദ്ധിയല്ല വേണ്ടത്, ടാലന്റ് ആണ് വേണ്ടത്. കല്യാണ ചടങ്ങിന് ആദ്യം വേണ്ടത് പന്തലാണ്. സപ്പോർട്ടിന് നമുക്ക് വേണ്ടത് നല്ല ഫ്രണ്ട്സ് ആണ്. മൊത്തത്തിൽ കൺഫ്യൂസ് ആയല്ലോ. ഇപ്പൊ ഞാൻ വാച്ച് നന്നാക്കണോ അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ കല്യാണ പന്തല് ശരിയാക്കണമെന്നാണോ? വാച്ച് തന്നെയാണ് നന്നാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നീ എന്റെ മുതുമുത്തച്ഛന്റെ വാച്ച് നന്നാക്കി തരുമോ? അല്പസമയത്തിനുള്ളിൽ വാച്ച് നന്നാക്കിയിട്ട് ഈ ടൂൾ കിറ്റ് തിരിച്ചു തരാം ഞാൻ. ഇതാണ് കറക്റ്റ്. ഇനിയിപ്പോ നീ കുറച്ചേരത്തേക്ക് മിണ്ടാതിരിക്കാമല്ലോ. ഇനിയിപ്പോ സംശയം ഉണ്ടാവില്ല. ഇതിപ്പോ സൂചി ഏതാ വാച്ച് ഏതാന്ന് മനസ്സിലാവുന്നില്ല. സംശയമുണ്ടോ? ഇതിന്റെ മുമ്പിൽ ആ സ്പ്രിങ് വീണ്ടും പിടിപ്പിക്കണം. നീ ജോലിയിൽ ശ്രദ്ധിക്ക. നീ ടെൻഷൻ അടിക്കണ്ട. ഹണി ഇത് ശരിയാക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വരൂ. ഇത് ഞാനാണ് പറയുന്നത്. ഡോക്ടറിന്റെ നെറ്റിലുള്ള പാർട്സ് വേണം, അതുകൊണ്ടാണ്. ഇവിടെ വരൂ. ഇതെന്താ ചെയ്തേ? ഞാനെന്താ ചെയ്തേ? എന്നെ എന്തിനാ നോക്കിയിരിക്കുന്നേ? എല്ലാരും ചെന്നിട്ട് ആ പോയ പാർട്സ് ഒക്കെ എടുത്തോണ്ട് വാ. എടാ ഇത് ഞാനാ പോപ്പട്ട്. സംശയമുണ്ടോ? നീ അങ്ങോട്ട് മാറിയുന്നേ. ഇതിലെങ്ങാൻ ഫിറ്റ് ആയി കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നെ കുയിലിന്റെ കൂക്കുവിന് പകരം ദിവസവും രാവിലെ നിന്റെ സംശയമുണ്ടോ കേട്ടേനെ. നീ ഇത് ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. ഈ കീം കൊടുക്കാം. എന്റെ അമ്മോ, ഈ കീ താഴെയല്ലേ വരേണ്ടത്? ഇതെങ്ങനെ മുകളിൽ വന്നേ? ദേ കുയിലുകൾ നേരെ മുകളിലെത്തിയല്ലോ. ഇവര് താഴെ ഗേറ്റ് തുറന്നല്ലേ സാധാരണ വരാറ്. സംശയമുണ്ടോ? ഹണി, ടെൻഷൻ കൊണ്ട് സാധാരണ തലയാണ് ചൊറിയാറ്, അല്ലാതെ പല്ലിലല്ല. എടാ, എന്റെ പല്ലിന്റെ ഇടയിൽ എന്തോ കുരുങ്ങിയിരിക്കുക. അതെടുക്കാൻ നോക്കുമായിരുന്നു ഞാൻ. എനിക്കൊരു ടൂത്ത് പിക്ക് വേണം. ആദ്യം നീ ഈ വാച്ച് നന്നാക്കാൻ നോക്ക്. വാച്ച് ശരിയായി. എന്റെ കൊണ്ട, എന്റെ കൊണ്ട, എന്റെ കൊണ്ട.
എന്തുകൊണ്ടെന്നാ വൈദ്യരെ ഈ പറയുന്നേ? അടി കൊണ്ടെന്നാണോ ഇടി കൊണ്ടെന്നാണോ? തെളിച്ച് പറ, സംശയമുണ്ടോ? ഹലോ, ഇതെന്താ പല്ലിയെ? ചോലു, പ്ലീസ് ട്രാൻസ്ലേറ്റ്. കൊണ്ടായെന്നല്ല തൊണ്ടായെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹം അണിയെ പോലെ സംസാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ രോഗം തൊടുന്നതിലൂടെയാണ് വരുന്നത്. ഓഹോ, ഇതൊരു അസുഖമല്ലെന്നേ. തൊടുന്നത് കൊണ്ട് കുഴപ്പവും ഇല്ല. ഇവർക്കുണ്ടാകുന്ന ഈ അവസ്ഥ പല്ലുകൾക്കിടയിൽ നാക്ക് കുടുങ്ങിയത് കൊണ്ട് പറ്റിയതാ. അതിനുള്ള മരുന്ന് എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇപ്പൊ തന്നെ ഞാൻ അതെടുക്കാം. അയ്യോ അയ്യോ ഇപ്പൊ തന്നെ ഞാൻ അതെടുക്കാം. ഇവിടെ വരൂ. മരുന്ന് കഴിച്ചപ്പോൾ ഞാൻ പഴയതുപോലെ തന്നെയായി. ഹണി, ഇനി നീ പറയൂ. ഇനി ഞാൻ ചൊറിയും. ചൊറിയോന്നല്ല, പറയും. ബാലുവൈദ്യരെ, ഇവ ഇപ്പോഴും പഴയതുപോലെ ആയില്ല. അതല്ല, എന്റെ നാക്കിൽ ഈ അലർജി കാരണം ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ബോബി, നീ എന്തായി ചെയ്തേ? എന്റെ ഐസ്ക്രീം മൊത്തത്തിൽ വൃത്തികേടായി. അയ്യോ കൊച്ചളിയ, ഐസ്ക്രീം മാത്രമല്ല നിന്റെ മുഖവും വൃത്തികേടാക്കി. അത് കുഴപ്പമില്ല ബോബി, നമ്മുടെ കൂട്ടുകാരനാ. ഒരബദ്ധം പറ്റിയതായിരിക്കും. ആർക്കായാലും അബദ്ധം പറ്റില്ലേ? അഥവാ കൂട്ടുകാരനല്ലായിരുന്നുണ്ടെങ്കിൽ നീ എന്നെ എന്തോ ചെയ്യുമായിരുന്നു? ഈ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ബോക്സറാ ഞാൻ. ഞങ്ങളുടെ കണിക്ക് ദേഷ്യം വന്നാലും ഉണ്ടല്ലോ, നിന്റെ ബോക്സിംഗ് കൊണ്ടൊന്നും കാര്യം ഉണ്ടാവില്ല. മനസ്സിലായല്ലോ? പക്ഷെ എനിക്ക് ദേഷ്യം അങ്ങനെ വരില്ല. കൂട്ടുകാരോട് ഒരിക്കലും ദേഷ്യം കാണിക്കാനേ പാടില്ല. എന്നെ തൊട്ടുപോടുത്ത് പറഞ്ഞേക്കാം. എനിക്കിപ്പോ എന്താന്നറിയില്ല, ചെറുതായിട്ട് ദേഷ്യം വന്ന് തുടങ്ങുന്നുണ്ട് കൊച്ചളിയാ. അതിനിപ്പോ നീ എന്ത് ചെയ്യുന്ന? എന്നോട് ഫൈറ്റ് ചെയ്യോ? നിനക്കതിന് ധൈര്യം ഉണ്ടോടാ? വാ അടിക്കേ. എന്താടാ നീ പേടിച്ചു പോയോ? ഡോണ്ട് ആംഗ്രി മീ. എടാ ഹണി, നീ എന്റെ മുഖത്തിട്ട് ഇടിക്കുവല്ലടാ. കൊച്ചളിയ, ഞാൻ അതിന് അവന്റെ മുഖത്തൊന്ന് തൊട്ടത് പോലും ഇല്ല. വലിയളിയ, നിന്റെ ശക്തിയെ കുറിച്ച് നിനക്ക് ഒന്നും അറിയില്ല. അഥവാ ടച്ച് ചെയ്തില്ലെങ്കിലും ഇടി കൊണ്ടിരിക്കും. നീ ഒരു നല്ല ബോക്സറാ. അപ്പൊ ഞാൻ ബെസ്റ്റ് ബോക്സറാണോ? മതി മതി, ഞാൻ തോറ്റു. ഹണി, ഞാൻ നിന്നെ സമ്മതിച്ചു. നീ ഈ നാട്ടിലെ ബെസ്റ്റ് ബോക്സർ തന്നെയാ. ഇന്ന് ഞാൻ കുറെ കൂടുതൽ കഴിച്ചു. നല്ല ചൂടുള്ള പൊറോട്ടയായിരുന്നു. പിന്നെ ഐസ്ക്രീം ആണെങ്കിൽ എന്റെ ഹാബിറ്റും ആണല്ലോ. ആഹാ, നമ്മൾ കഴിച്ച ഭക്ഷണങ്ങളൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ മതി, വയറ് നിറയും. ചേട്ടാ, ഒന്ന് പെട്ടെന്ന് ബില്ല് കൊണ്ടുവാ. തീർച്ചയായും സാർ. ഇതാ. 1,20,000 രൂപയുടെ ബില്ലോ? എടോ, ഞങ്ങൾ കഴിച്ചതിന്റെ ബില്ല് കൊണ്ടുവരാനാ പറഞ്ഞേ, അല്ലാതെ കഴിച്ചവരുടെ മുഴുവൻ ബില്ലല്ല. സാർ, 1200 അപ്പുറത്ത് 2 ഡോട്ട് ഇടാൻ മറന്നു പോയതാ ഞാൻ. നന്ദിയുണ്ട് കൂട്ടുകാരാ. കണി കഴിച്ചു തീർത്തത് കറക്റ്റ് സമയത്താ. ഇനിയും ബില്ല് കൂടുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകാം. പച്ചനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിനക്ക് പച്ചണം ഒരുപാട് ഇഷ്ടപ്പെട്ടോ? നിനക്ക് പച്ചണം ഞാൻ ഇപ്പൊ തരാം. എല്ലാ ദിവസവും വിശ്രമം മാത്രം. ഇവനെ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ച അപ്പൊ തന്നെ ഇവന്റെ മുഖം കൊച്ചു കുട്ടികൾക്ക് നാരങ്ങ തിന്നാൻ കൊടുത്ത പോലിരിക്കും. ഇപ്പൊ നിന്റെ വയറ് നന്നായി നിറഞ്ഞു ഞാൻ കാണുമല്ലോ. പച്ചനൊന്നല്ല, പച്ചനൊന്നാണ് പറഞ്ഞത്.
ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ട്. ഡിയർ ഡയറി, ഞാനിപ്പോ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിട്ട് പോവുക. നീ ഇവിടെ തന്നെ ഇരുന്നോണേ. ഞാൻ മാർക്കറ്റിൽ പോയി ഐസ്ക്രീം വാങ്ങിച്ചിട്ട് തിരിച്ച് ഫാസ്റ്റ് ആയിട്ട് ഓടി വരാം. ഡയറിയോ? ഈ ഹണി എപ്പോഴാ ഡയറി ഒക്കെ എഴുതാൻ തുടങ്ങിയേ? സോർദാറേ, പോപ്പട്ടെ. എന്തു പറ്റി? ഹണി ഡയറി എഴുതാറുണ്ട്. വാ നോക്കാം അവൻ എന്താ എഴുതി വെച്ചേക്കണെന്ന് അറിയാലോ. ഡയറി, ഞാൻ വല്ലാത്ത വിഷമത്തിലാണ്. എടാ, ഹണിക്ക് ഇത്രമാത്രം എന്താണ് വിഷമം? എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒന്നും സാധിക്കുന്നില്ല. ഐസ്ക്രീം കൊണ്ടൊരു വീടുണ്ടാക്കണം, അതിൽ താമസിക്കുകയും കഴിക്കുകയും വേണം. ആഹാ, അടിച്ചു പൊളിച്ചു തിമിർത്തു. എല്ലാം ഹണിയുടെ ടൈപ്പിലുള്ള ആഗ്രഹങ്ങളാണ്. ഐസ്ക്രീം കൊണ്ടുള്ള വീട്ടിൽ താമസിച്ചാൽ ഐസ്ക്രീം അധികം കഴിക്കില്ല, അതിൽ നീന്തി കുളിക്കാനേ നേരമുണ്ടാവൂ. സംശയമുണ്ടോ? ഇവൻ കഴിച്ചതിൽ എന്തോ ഒന്ന് അലർജിയായി മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാ നേരെ ഒന്ന് സംസാരിക്കാൻ പറ്റാത്തെ. ഇവന്റെ ഈ അലർജി മാറ്റാനായിട്ട് ഇവനെ നമുക്ക് തലകുത്തി നിർത്താം. അപ്പോ കഴിച്ചതെല്ലാം പുറത്തേക്ക് വരും. വരൂ കൂട്ടുകാരെ, ഇവനെ തലകുത്തി നിർത്താം നമുക്ക്. വേണ്ട, എനിക്ക് കൊലപ്പില്ല. നീ ഒരു കൊലപ്പുള്ളിയാണെങ്കിലും കുഴപ്പമില്ല, ഞങ്ങൾ നിന്നെ നേരെയാക്കും. സംശയമുണ്ടോ? സോലാൽ, ഇതിന് നല്ലതിന് വേണ്ടി പറഞ്ഞതാ, കുഴപ്പമില്ലെന്ന് പറഞ്ഞതാണ്. ആഹാ, അളിയോ ഹണി. നിക്ക് ഹണി, ഇതിന് നല്ലതിന് വേണ്ടി പറഞ്ഞതാ. വേണ്ട. എനിക്ക് കുഴപ്പമില്ല. എന്റെ പുറകെ വരില്ലേ? അയ്യോ, എന്നെ തകായിക്കോ കാലു വൈദ്യരെ. ഇവിടെ വരൂ. ഞാൻ കാലിന്റെ മാത്രമല്ല, കയ്യ്, മുഖം, കഴുത്ത് എല്ലാം ചികിത്സിക്കുന്ന വൈദ്യരാണ്, അല്ലാതെ ഒരു മുറിവൈദ്യനല്ല. വരുന്ന വഴിക്ക് ഞാനൊരു കാലി ചായ കുടിച്ചു, അവിടെ നിന്നാണ് ഞാൻ ഈ പഴം വാങ്ങിച്ചത്. ഞാൻ കാല് മാത്രമല്ല, ചെവിയും കണ്ണും മൂക്കും ഒക്കെ നോക്കുന്ന വൈദ്യരാണ്. അങ്ങനെയുള്ള എന്നെ നീ കളിയാക്കുന്നോ? ചോലു, പ്ലീസ് ട്രാൻസ്ലേറ്റ്. ഡോക്ടർ ബാലു, നിങ്ങളെ കാലൂന്നല്ല, ബാലു തന്നെയാണ് വിളിച്ചത്. ഇവന്റെ നാക്കിനകത്ത് എന്തോ പ്രശ്നം വന്നതുകൊണ്ട് ഇവനിപ്പോ ശരിക്കും സംസാരിക്കാൻ കഴിയുന്നില്ല. നിന്നെ തെറ്റിദ്ധരിച്ചതിന് എന്നോട് ക്ഷമിക്കൂ. വേണ്ട എന്ന് പറയുന്നതെല്ലാം കഴിക്കൂ. എപ്പോഴും നന്നായി ചിരിക്കൂ. ഹണി, നീ നിന്റെ വായ തുറക്ക്. ഇപ്പോ ഞാൻ എന്റെ മാഗ്നിഫൈ ഗ്ലാസ് പുറത്തെടുക്കാം. ഓക്കെ. കണ്ണുകളിൽ കറുപ്പുണ്ട്, കണ്ണിനുള്ളിലാണെങ്കിൽ 2 ഉണ്ടകളുമുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ എന്തോ പ്രശ്നവുമുണ്ട്. വൈദ്യരെ, എന്താ പ്രശ്നം? ആളുകളുടെ പല്ലിലാണ് ബാക്ടീരിയ ഉണ്ടാവുന്നത്. ഹണിയുടെ വായിൽ നിറച്ചും കരടികളാണല്ലോ. ഇങ്ങോട്ട് തന്നെ, ഞാൻ നോക്കട്ടെ. ഇത് ബാലു വൈദ്യര് തന്നെയാ. ഇത് മാഗ്നിഫൈൻ ഗ്ലാസ് ഒന്നും അല്ല, ഇത് കണ്ണാടിയാ, കണ്ണാടി. ആ, കിട്ടി. എന്താ കിട്ടിയത്? എന്ത് ചികിത്സ വേണമെന്ന് മനസ്സിലായി. എന്റെ വീടിനടുത്ത് വെള്ളത്തിന്റെ ഒരു പൈപ്പുണ്ട്. അതിനടുത്ത് ഞാൻ ഔഷധ സസ്യങ്ങൾ നട്ടിട്ടുണ്ട്. ആ ചെടികൾ കൊണ്ട് ഞാനൊരു ഔഷധം ഉണ്ടാക്കിയിട്ടുണ്ട്. ബാഗിൽ അതിന്റെ ഒരു കുപ്പി വെച്ചിട്ടുണ്ട്. ആ മരുന്ന് ഹണി കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഹണിക്ക് പഴയതുപോലെ ആകാൻ സാധിക്കും. ആ വാ തുറക്ക് വലിയ. വലിയ നിനക്കെന്തെങ്കിലും പറ്റിയോ? എനിക്ക് കൊലപ്പില്ല. അയ്യോ, ഇവൻ പഴയതുപോലെ ആയില്ലല്ലോ വൈദ്യരെ. ഇപ്പോഴും കൊലപ്പോല്ല എന്ന് പറയുന്നു.